വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ പുതിയൊരു ഗെയിമായിട്ടാണ് ഒന്നുമല്ല, എല്ലാ ഗെയിമേഴ്സും കളിച്ച ഒരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. മൈൻക്രാഫ്റ്റ് ഗൈസ്. നേരെ വീഡിയോയിലോട്ടാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് അടിച്ചുപൊളിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കാണാം. എല്ലാവർക്കും വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ വേൾഡ്. നമുക്ക് യൂട്യൂബ് ചെറിയ സോങ്സ് കാണും. ചെറിയ സോങ്സ് കാണും. ഓക്കെ, നമ്മൾ ലാഗായിട്ടുണ്ട് ജസ്റ്റ്. ഗൈസ് നമ്മൾ ചെറിയ ലാഗല്ലായിരുന്നു ഗൈസ്. നേരിട്ട് കൊടുക്കുന്നു. സോറി, ക്രിയേറ്റ് വേൾഡ്. ഗൈസ് വേൾഡ് ക്രിയേറ്റ് ആയിട്ട് ഇനി ലോഡ് നമ്മളുടെ ഗൈസ് ഇപ്പോഴും പറയാൻ ലൈക്ക് അടിക്കുക. ഗൈസ് നമ്മൾ സ്പോൺ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് കളിക്കുന്നത് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. നമ്മൾ കൺട്രോളർ കളിക്കണം. സോ നമുക്ക് അങ്ങോട്ട് അപ്പോൾ അതെന്തോ സംഭവം നമുക്ക് അറിയാം. അവിടെ എന്തോ ഉണ്ട്. പുറകിലോട്ടൊക്കെ അവിടെ വില്ലേജ് ഉണ്ടെന്നാണ് തോന്നുന്നത്. സോ നമുക്ക് നേരെ ഇതിലോട്ട് പോകാം. കണ്ടുപിടിച്ച ആ ഒരു സംഭവത്തിലോട്ട് പോകാം. അവിടെ ഐറ്റം ഉണ്ട് ഗൈസ്. ചെറിയ സൗണ്ട് ഡിസ്റ്റർബ്സ് ഒക്കെ നല്ല രീതിയിലേക്ക് ഗൈസ്. അവിടെയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സംഭവം കണ്ടത്. ഗൈസ് ഇത് ഷിപ്പാണ്. ഓക്കെ, തന്നെ ഷിപ്പ് തന്നെ ഗൈസ്. ഇവിടെ നമ്മൾ ബബിൾ കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. മുകളിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളെങ്ങോട്ടാ പോകേണ്ടത്? നമ്മൾ ഇവിടെ ഒരു ചെസ്റ്റ് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ എടുത്ത് നമുക്ക് വേഗം തന്നെ മുകളിലോട്ട് കാര്യങ്ങൾ പോകാം. നമുക്ക് അയം കിട്ടി. നമ്മളെ ബബിളും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അവിടെ കുറേ ഉണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഗൈസ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഓക്കെ. ഓക്കെ ഗൈസ്, പിന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്താ ലാസ്റ്റ് കാര്യങ്ങളല്ലാത്ത ലാസ്റ്റ് ഇനി ഇടണം ഗൈസ്. ഓക്കെ, സ്റ്റാർട്ടപ്പ് ചെയ്യണം. ഓക്കെ, ഗൈസ് ബെഡ് കിട്ടിയിട്ടുണ്ട്. സോ ഇത് പൊളിച്ചെടുക്കാം. പുറകെ ഞാൻ ഹീവിയിലുണ്ട് ഗൈസ്. ഇതൊക്കെ എടുത്തിട്ട് വേണം ഗൈസ് ഫുഡ് ഉണ്ടാക്കാൻ. ഹീവിയിൽ കൺവേർട്ട് ചെയ്ത് വീട്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് ബ്രെഡ് ആക്കണം. ഓക്കെ,
8 കിട്ടിയത്. നമുക്കൊരു സ്റ്റിക്ക് സ്റ്റക്കാവുന്നത് ആദ്യം തന്നെ നമുക്ക് ആദ്യം കിട്ടുന്നു. സോ പിന്നെ ഒരു ഷീൽഡ് പണിയുണ്ട്. സോ ഗൈസ് ഒരു ഷീൽഡ് പണിയാം. ഇനി ഇത് ഏരിയയിലെടുത്ത് കൺവേർട്ട് ആകണം. നൈറ്റ് ആകുമ്പോൾ നോട്ട്സ് പോകണം. പ്രശ്നം നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വില്ലേജേഴ്സൊക്കെ ഓടുന്നു. ഇത് 28 ബ്രെഡ് അല്ലേ, സോറി 27 ബ്രെഡ് കിട്ടും. ഓക്കെ ഓക്കെ, നമ്മൾ ഇത്ര മതി തൽക്കാലത്തേക്ക്. നൈറ്റായിട്ട് നമുക്ക് ഫുഡൊക്കെ എടുക്കാം. ഇതാണ് നമ്മൾ ആങ്കർ കൂട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഇതൊന്ന് സെറ്റാണ്. സോറി നമുക്ക് ഷീൽഡ് എടുത്ത് മുകളിലോട്ട് വെച്ചേക്കാം. നമുക്കിപ്പം സോറി നമ്മൾ ഇൻവെന്ററിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ സ്കെൽട്ടൻ ഓക്കെ സ്കെൽട്ടൻ. ഞാൻ വിചാരിച്ചു വില്ലേജർ പണിയുന്നു. വില്ലേജറെ കൊല്ലുകയാണ്. ശരി ഒരു എനിക്കേ ഉള്ളൂ. ഓ ഗൈസ് രണ്ട് സ്കെൽട്ടൻ കൂടാ. നമുക്ക് എന്തായാലും റീസ്പോൺ അടിക്കാൻ ജസ്റ്റ് നമ്മളെന്തായാലും സ്പൂണായി. അവൻ എങ്ങനെയെങ്കിലും കൊല്ലണം ഗൈസ്. അവൻ എങ്ങനെയെങ്കിലും കൊല്ലണം. ഇച്ചിരി കട്ടായിരുന്നു. എൻ്റെ ഒരു ഹെൽത്ത് ഉള്ളതുകൊണ്ടാണ് ഗൈസ്. ഇനി അവന്മാരൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൊല്ലാനാണ്. പക്ഷെ നമ്മളതിൽ പണി കാട്ടേ ഉള്ളായിരുന്നു. ഒരു അടി അടിച്ചപ്പോൾ നമ്മൾ ചത്തു. നമ്മളിവിടെ സത്യമൊന്നും എനിക്ക് ഓർമ്മയില്ല. നോക്കാം ഗൈസ്. ഇവിടെ ആ പുള്ളി പോയെന്ന് മറ്റേ ഞാൻ പോയെന്ന് ഇപ്പോഴാ വരാൻ പറ്റുന്നതിനകത്തോടെ നമുക്ക് എന്തായാലും ഇവിടെ വന്ന് ഷീൽഡൊന്നും എടുത്ത് കഴിക്കണം. ഇതൊക്കെ സെറ്റായിട്ട് വന്നപ്പോൾ നമ്മൾ ഷീൽഡ് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ഇനി അവൻ എവിടുന്ന് എവിടെ നടന്നൂടാണ് പോവുക. ആ ചത്തോന്ന് നമുക്ക് എന്നോട് ചൂടിച്ച് അയ്യോ പോയി. നമുക്കൊരു കാര്യം ഈ വീട്ടിലത്തെ നമ്മൾ ഇതൊന്ന് സെറ്റാക്കിയിട്ടായിരുന്നു. നമ്മളൊന്ന് ഇൻവെൻറ്ററി സെറ്റാക്കിയിട്ട് കാണാം. സോ ഇൻവെൻറ്ററി സെറ്റാക്കിയിട്ട് ഗൈസ് നമ്മൾ ഇൻവെൻറ്ററി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ പിക്കാക്സൊക്കെ താഴെ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാം മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. സോ ഓക്കെ നൈറ്റ് അവറായി ഗൈസ്. നമ്മുടെ ബെഡില്ലേ വീട്ടിൽ ബെഡില്ല. സോ നമ്മളെ കയ്യിലൊരു ബെഡുണ്ട്. സോ അതെടുത്ത് ബെഡ് ഇവിടെ ഇരിക്കുക. സോ ഓക്കെ ഓക്കെ നമുക്ക് നേരം കിടന്നിങ്ങനെ നമ്മൾ കിടന്നിട്ടുണ്ട്. സോ രാവിലെ ആയിട്ടുണ്ട്. സോ നമുക്ക് ബെഡ് പിടിച്ചിട്ട് കൈ പിടിച്ചിട്ട്
എവിടെ പണിയോ ആലോചിക്കുന്നത് നമുക്ക് ഓടാം. പൈസ നമ്മൾ എവിടെ പണിയോ ആലോചിക്കുന്നത്. വീടല്ല പൈസ ഉദ്ദേശിക്കുന്നത്. അവിടെ കാണുന്നുണ്ടല്ലോ. ഇവിടെ പണിയില്ല എന്താണ് എന്തെങ്കിലും ആലോചന. അല്ലെങ്കിൽ നമ്മളൊരു മറ്റേ ടീം കണക്കുണ്ടാക്കി അതിൻ്റെ അകത്ത് ഞങ്ങൾ സെറ്റാക്കാം. ഗ്ലാസ് ഒക്കെ ഇട്ട് അടിയിൽ ചേർക്കാം. സോ ഓക്കെ, ഇവിടെ 2 വീടുണ്ട്. അവിടെ ബ്യൂട്ടിയായിട്ട് മറ്റ് ഈ ടൈപ്പ് വീടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇതിലായിട്ട് പൊട്ടിക്കാത്തതാണ് കഴിഞ്ഞ ദിവസം. നമ്മൾ എന്തായാലും ഇതങ്ങ് പൊടിച്ചിട്ട് നമുക്ക് ഫർണൈസ് ഒന്ന് വെക്കാം ഗൈസ്. ഓക്കെ, ഗൈസ് നമുക്ക് ഇതും കിട്ടി, വാളും കിട്ടി, ഇതും കിട്ടി ഗൈസ്. ഓക്കെ, അപ്പം മുഴുവൻ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ബൂട്ട് കിട്ടി. ഒരെണ്ണം നല്ല ഗൈസ്, 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്കൊരു ബൂട്ടിൻ്റെ ആവശ്യം. ലെതർ ബൂട്ട് ഇവിടെ കവർ. ഓക്കെ ഗൈസ്, ലെതർ ബൂട്ട് നമ്മളെ കൈ കയറിയിട്ടാണ്. ഓക്കെ, അത് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം നമുക്കൊരു വീട് ഉണ്ടാകണം. അതിനുള്ള പുറത്താണ്. പക്ഷെ ഇവിടെ ആണല്ലോ നമുക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കൊത്തി മറ്റേ ഇത് കണക്കാക്കിയെടുക്കാം. ടോർച്ച് വേണം ഗൈസ്. ടോർച്ച് ഈ പണിയാണ് കത്തി. ടോർച്ച് ഈ വീട്ടിലൊക്കെ വേണം. പ്രഷർ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെസ്റ്റ് ആവശ്യം വരും. ചെസ്റ്റൊക്കെ പൊളിച്ചെടുക്കണം. പ്രഷർ പ്ലേറ്റും പൊളിച്ചെടുക്കണം. നമുക്ക് ആവശ്യം വരുന്നതാണ് മാത്രം നമ്മളെടുക്കുന്നത്. ഓക്കെ, നമ്മൾ ചെസ്റ്റും കാര്യങ്ങളൊക്കെ മറ്റേ കൂട്ടം കുഴപ്പമില്ല. നമ്മളെ ചെസ്റ്റിൻ്റെ അകത്ത് വെച്ചാൽ സോ നമുക്ക് ഇൻവെൻട്രിക്കകത്ത് 2 ഡോർ. സോ നമ്മൾ 2 ഡോർ നമ്മളെ കയ്യിൽ ബാക്കി നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം. ഇവിടെ ഇത്രയും കൂടിയപ്പോൾ തന്നെ നല്ല ഇരുട്ടായിട്ടുണ്ട്. എപ്പോഴാണ് വന്നത്. പിക്കാക്സ് എടുക്കാം, പൊടിക്കാം. നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു ബേസ് കണക്ക് പണിയിൽ കാണാം. ഒരു സൈഡിലോട്ട് കൂട്ടണോ 2 സൈഡിലോട്ട് കൂട്ടണം. ഒരു സൈഡിലോട്ട് കൂട്ടാം. നമ്മളെ വീതിയും ഇതൊക്കെ ഇത്രയും മതി ആവാം. നമ്മൾ ചെറിയൊരു ബേസാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിന്ധു നമ്മൾ അടിക്കും. അപ്പോൾ അപ്പുറത്തൊന്ന് പോയി സ്ഥലം കാര്യമാക്കി നമ്മൾ പേടിച്ചിട്ടായിരുന്നു. അപ്പുറത്ത് പോയി. ഓക്കെ, ഇങ്ങോട്ട് പോയി. ഇച്ചിരി ഇത് കൂട്ടണം. സെറ്റാവും. ഒരു ലെയർ എടുത്താൽ മതി. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇത് മതി. ഓക്കെ, 2 ടൂറൊക്കെ ഒപ്പിച്ചാൽ മതി. നമുക്ക് എന്നാലും നമ്മളെ പ്ലേറ്റ് ഈ ഒരു സൈഡിലോട്ട് നമ്മൾ ചെറുതായിട്ട് മൈൻഡ് ചെയ്ത് അടിയിലോട്ട്. അപ്പോൾ നല്ല രസമായി. സ്ലാബ് ഓക്കെ, ഇവിടെ ബെഡുണ്ട്, ഇട്ടിട്ടുണ്ട്. ശരി, നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് കിടക്കാം. ഓക്കെ, നമ്മൾ റീസ്പോൺ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫില്ലിങ്സ് വന്നെടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഗൈസ്, അത് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ആ ടോർച്ച് 2 ഒരെണ്ണം ഈ സൈഡിൽ വെച്ച് കൊടുക്കും. അപ്പോൾ സെറ്റ്. ഇനി നമുക്ക് ഫുഡ് വേണം. ഫുഡാണ് നമ്മൾ ഇവിടത്തേക്കാം. നമ്മൾ ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഡോറുണ്ടാക്കാം. ആണ് പ്രശ്നം. ഓക്കെ, ഡോറില്ലെങ്കിൽ രാത്രി മൂക്സ് കയറി നമ്മൾ അറിയാതെ ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ലെങ്കിൽ ഫർണൈസ് ചെയ്യുന്ന വഴിയില്ല. സോ സെറ്റ്. ഇനി നമുക്ക് ഈ എടുത്ത ഫുഡും കാര്യങ്ങളും
32 ഇതാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ ഗൈസ്, നമുക്ക് ഡോർ ഓക്കെ 3 ഡോർ ഇട്ടു. 2 ഡോറിൻ്റെ അത്യാവശ്യമൊന്നും മൂന്നാമത്തെ ഡോറിൻ്റെ ആവശ്യമില്ല. സോ ഗൈസ് നമ്മൾ ഡോർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു പീസായിട്ടുണ്ട്. നമുക്കിനി ചെയ്യുന്നത് ഗൈസ് സൈനിങ് ബോർഡ് ആണ്. സൈനിങ് ബോർഡ് ഗൈസ് ഒരു മിനിറ്റ് ഗൈസ്, നമുക്കൊന്ന് ഇൻവെന്ററിയൊക്കെ സെറ്റാക്കി. ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഒരു ഇതും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ സൈനിങ് ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ വില്ലേ നമ്മൾ അടിച്ചിട്ടുണ്ട്. വില്ലല്ലോ ഗൈസ്, ഇവിടെ എക്സ് ഗെയിമർ വില്ലേ വെച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് ഉള്ളത് സൈനിങ് ബോർഡ് ആവട്ടെ. ചെസ്റ്റിൻ്റെ അകത്ത് ഇത്രയും കാണുമ്പോൾ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഓക്കെ, വില്ലേജ് നൈറ്റ് അവറായി. ഇവന്മാർ ട്രൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, 22 ഇവന്മാർ എമറാൾഡ് തരും കേട്ടോ. ബ്രെഡില്ല എനിക്ക് തരാനും പോകും. ക്യാരറ്റ് ഇല്ല കേട്ടോ. നൈറ്റ് ആയിട്ടില്ല. നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഗ്രാസ് ഇച്ചിരി കൂടി ഇടണം. അതിന് നമ്മൾ ഗ്രാസിലാണ് കിട്ടുക. ഇവിടെ നല്ല ജനൽ കണക്കൊക്കെ സെറ്റ് ചെയ്ത് എടുക്കണം. ഇവിടുന്ന് അപ്പുറത്തോട്ടൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അതിന് ഇച്ചിരി സാൻഡ് വേണം. സാൻഡ് നമ്മൾ അടുത്ത ദിവസം അതാകാൻ നല്ലതല്ല. നൈറ്റ് ആയാൽ പ്രശ്നം. അല്ലെങ്കിൽ ഒരു ബെഡും കൂടി കൊണ്ടുപോകണം കൈപ്പിടിച്ചു. ഓക്കെ, നമുക്ക് ഒരു ബെഡും കൂടി കൈപ്പിടിച്ചു പോയി സാൻഡ് എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മൾ സാൻഡ് ആണ് സ്റ്റോറിലേക്ക് സഭ്യത്തിന് സഭ്യം സാൻഡ് നമ്മൾ സ്പൂണായിട്ടുണ്ടായിരുന്നു. നല്ല ഡാം കിട്ടി. നൈറ്റ് ആവാറായിട്ടുണ്ടെന്ന് സാൻഡ് അടുത്ത് പോവാണ് ഗൈസ്. നമ്മൾ ഇച്ചിരി നല്ല രീതിയിൽ സൗണ്ട് സെറ്റ് നമുക്ക് എന്തെങ്കിലും സാൻഡ് പറയുന്ന അടുത്ത് പോയി. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ സാൻഡ് 2 ആവശ്യമുള്ളതാണ്. അതാണ് 2 എടുത്തത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ നൈറ്റായി ഞാൻ കണ്ടു. ഓക്കെ, എത്തിയപ്പോൾ തന്നെ ഏകദേശം നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ചെയ്തു. ഓക്കെ, ഗൈസ് നമ്മൾ 2 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ഈ ഗ്ലാസ് നേരെടുത്ത് വിടണം. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോസ് വരത്തില്ല. ഈ കാര്യം ഇതൊരു ജസ്റ്റ് ട്രയലറാണ് ഗെയിമിൻ്റെ. അപ്പം നമ്മൾ ജസ്റ്റ് കളിച്ച് നമ്മൾ യൂട്യൂബ് ചാനൽ ഇടാമെന്ന് വിചാരിച്ചപ്പം അങ്ങനെ ജസ്റ്റ് ഇതാണ്. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോസ് ഒന്നും വരത്തില്ല. എന്ന് വെച്ചാൽ പാട്ട് ഒന്നും വരത്തില്ല. ഓക്കെ, അതുകൊണ്ട് ആരും പ്രതീക്ഷിച്ചിരിക്കില്ല ഈ ഗെയിമിനെ കുറിച്ച് കൂടി. സോ ഓക്കെ, നമുക്ക് കാര്യങ്ങളൊക്കെ അടിക്കാം. ഒറ്റ എപ്പിസോഡായിരിക്കും കാര്യം. എല്ലാവർക്കും കാണാം. ജസ്റ്റ് ട്രയലർ കൊടുത്തിട്ടുള്ള ഇനി 63 മണിക്കൂറാണ്. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മൾ മാക്സിമം ഒരു മൈൻക്രാഫ്റ്റ് വീഡിയോ എടുക്കുന്ന 20 മിനിറ്റ് ഇടുള്ളൂ, അല്ലെങ്കിൽ 21 അങ്ങനെയൊക്കെ ഇടുള്ളൂ. ഓക്കെ, ഈ വീഡിയോ ഇവിടെ വെച്ചപ്പോൾ കൂടെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ഇത് അടിച്ചുപിടിച്ചേക്ക്. നമുക്ക് നേരെ അടുത്ത ഇപ്പോൾ ലാസ്റ്റ് ബസ്സിൻ്റെ പാട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാം. ലൈക്ക് അടിക്കുക. ഓക്കെ, ബൈ.
ഗസ് വൈൻഡ് ചെയ്യാൻ പോണ്. സോ